യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് വിട്. ആ ഫോട്ടോ അയച്ചു തരുമ്പോഴേ എനിക്കറിയായിരുന്നു അത് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിനായിരിക്കുമെന്ന്. ഒരു കണക്കിന് അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. പക്ഷെ പിന്നീട് പത്രങ്ങളിലൂടെ കാര്യങ്ങളുടെ ഡെവലപ്മെന്റ് അറിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് അങ്കിളും സേനാപതിയും കൂടെ എനിക്ക് വെച്ച കെണിയാണിതെന്ന്. അയ്യോ മോളെ, അങ്ങനൊന്നും വിചാരിക്കല്ലേ. സേനാപതിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ അങ്കിൾ അതൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സേനാപതി മോളുടെ പിന്നാലെയുണ്ട്, സൂക്ഷിക്കണമെന്ന് ഞാൻ മെസ്സേജ് അയച്ചത് അതുകൊണ്ടാ. സംഗതി എന്തായാലും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയില്ലേ അങ്കിളെ. ഞാനും സാക്ഷി മരിച്ചു, പൂജ ജയിലുമായി. ഇനി എങ്ങനെ അങ്കിളുടെ ആഗ്രഹങ്ങൾ നടക്കും? നന്ദഗോപന്റെ സ്വത്തുക്കളുടെ അവകാശി ഇപ്പൊ മരിച്ചുപോയില്ലേ? അല്ല, അതിന് ഏട്ടൻ അത് വിശ്വസിച്ചിട്ടില്ല. സത്യം? ആ അതെ, ഏട്ടൻ കരുതിയിട്ടുള്ളത് അർജുനും പൂജയും കൂടി നിന്നെ വെളിയിച്ചാടിക്കാൻ നടത്തിയ ഒരു നാടകമാണിതെന്നാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ചേട്ടൻ LLB തന്നെയാണോ പഠിച്ചത്? അയാളെപ്പോലൊരു പൊട്ടനെ ഈ ലോകത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ലല്ലോ. കഷ്ടം. വെറുതെ അല്ല, കഴിഞ്ഞ 10-25 വർഷമായി കൂടെ നിന്ന് ഊറ്റിക്കൊണ്ടിരിക്കുന്ന അങ്കിളിനെ പോലൊരാളെ പുള്ളിക്കാരന് മനസ്സിലാക്കാൻ പറ്റാണ്ടായി പോയത്. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. അപ്പൊ അങ്കിളെ പറ, എനിക്ക് സമയം കളയാനില്ല. എന്തായിരിക്കും ഭാവി പരിപാടികൾ? എന്നുവെച്ചാ സേനാപതിയുടെ നീക്കങ്ങൾ എന്താണെന്ന്. അത് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ കൈ കിട്ടിയ അയാൾ നിന്നെ അവസാനിപ്പിക്കും. അതെനിക്കറിയാം. അപ്പൊ അയാളെ കൈപ്പെടാതിരിക്കാൻ നമ്മൾ നോക്കണമല്ലോ. എന്നെ ഒറ്റയാ ഞാൻ അങ്കിളിനെയും കൊണ്ടേ മുങ്ങുള്ളൂന്ന് അങ്കിളിനെ അറിയാം. അതുകൊണ്ട് ആ പേടി എനിക്കില്ല. പക്ഷേ എത്ര നാൾ ഇങ്ങനെ തള്ളി നീക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അങ്കിളിനെ ഞാൻ വിളിക്കും. അങ്കിൾ ഫോൺ എടുക്കണം, സംസാരിക്കണം. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ നമുക്ക് വഴിയെ പറയാം അങ്കിളെ. തൽക്കാലം ഞാൻ ഇപ്പൊ വന്ന കാര്യം പറയാം. എനിക്ക് 1 ലക്ഷം രൂപ വേണം. 1 ലക്ഷമോ? തൽക്കാലം പോക്കറ്റ് മണിക്കുള്ള കാശാ ഞാൻ ചോദിച്ചത്. അല്ലാതെ നന്ദഗോപനെ അവസാനിപ്പിച്ച് സ്വത്ത് പങ്കിടുന്ന സമയത്ത് എനിക്ക് തരാമെന്ന് ഏറ്റിട്ടുള്ള കോടികളല്ല. ക്യാഷായിട്ട് ഇത്രയും പണം ഞാനൊന്ന് നോക്കട്ടെ. അങ്കിളുടെ കയ്യിൽ കാശുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വേഷം കെട്ടാതെ പോയി കാശ് എടുത്തോണ്ട് വാ. ബാക്കി കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് വന്നിട്ട് ഞാൻ പറയാം. ചെല്ലങ്കിളെ. നീ അങ്ങോട്ട് മാറി നിൽക്കും. വക്കീലേ, അജുവേട്ടൻ വക്കീലേ, എന്തൊരു ഉറക്കം ഇത്. എഴുന്നേക്ക് അജുവേട്ടാ. ദേ, കൊറേ ജോലിയുള്ളതല്ലേ. സാരല്ലോ, ഞാനേ കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ. നല്ല കാര്യായി. ഇങ്ങനെ ഉറങ്ങിക്കിടന്നാലേ ഞാൻ ജയിലിനുള്ളിൽ തന്നെ കിടക്കേണ്ടി വരും. എന്നെ പുറത്തിറക്കണമെന്ന് ഒരു വിചാരവും ഇല്ലല്ലേ?
എന്താ മോനെ എന്താ മോനെ ഇങ്ങനെ ഇരിക്കുന്നേ? ഏയ്, ഞാനൊരു സ്വപ്നം കണ്ടതാ. പൂജ ഒന്ന് വിളിച്ച പോലെ തോന്നി. മോളെ തന്നെ ഓർത്ത് കിടന്നിട്ടാവും മോനെ. ഓർക്കാൻ പിന്നെ വേറെ എന്താ ഉള്ളതമ്മേ? സ്വപ്നത്തിലാണെങ്കിലും അവിടെ ചോദിച്ചാൽ ശരിയാ. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതിയോ, എന്നെ പുറത്തിറക്കണ്ടേന്ന്? തോന്നിയതാണെങ്കിലും ആ ചോദ്യം പ്രധാനമാണ് മോനെ. ഇനി അവൾ അതിനകത്ത് കിടക്കാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കരുത്. ഇനി എന്നാ മോനെ കേസ് വെച്ചിട്ടുള്ളത്? ഒരാഴ്ചക്കുള്ളിൽ കേസ് പരിഗണിക്കും. അന്ന് എന്തായാലും മോളെ പുറത്തിറക്കണം മോനെ. പൂജ ഇറക്കണമെങ്കിൽ അച്ഛമ്മ നിലപാട് മാറ്റണം. അല്ലെങ്കിൽ പ്രിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അവള് മരിച്ചിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കണം. അമ്മ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയിന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അതിന്റെ പുറകില് മധുവാന്റിയാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഓ, മധുവിനോട് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനൊരു ദ്രോഹം ചെയ്യാൻ അവർക്ക് തോന്നിയത്? വസന്തനങ്ങളിനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റിയില്ലേ അമ്മേ? അത് തെറ്റല്ലേ? ആ പാവം പങ്കുവങ്ങളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഒരു നല്ല മകന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ സഹായിച്ചില്ലേ? അത് തെറ്റല്ലേ? പൂജ ഒരു മകളെ പോലെ അരുണിമേന്റെ ശുശ്രൂഷിച്ചില്ലേ? എത്ര കാലം ഒരു കുടുംബത്തിനുള്ളിൽ ഒരുമിച്ച് ജീവിച്ചാലും മനുഷ്യന്റെ മനസ്സറിയാൻ കഴിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണമ്മേ? അല്ലെങ്കിൽ അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. മധുവന്റിയുടെ എത്രയോ കാര്യങ്ങൾ അച്ഛൻ അറിയാതെ അമ്മ മറച്ചു വെച്ചു. വസന്തനങ്ങളുടെ അച്ഛനെയും അമ്മയും അനാഥാലയത്തിലാക്കിയിരിക്കണമെന്നുള്ളത് അമ്മ അച്ഛമ്മയോട് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ മധുവാന്റിയുടെ അവസ്ഥ എന്തായാലും. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതും എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നതും ഭാവിയിൽ അവരെന്തെങ്കിലും നമുക്ക് തിരിച്ചു ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാവരുതെന്ന് നിന്റെ അച്ഛൻ പറയാറുണ്ട്. മധുവിന്റെ അമ്മയുടെയും മാറ്റത്തിനെ പറ്റി പറഞ്ഞപ്പോഴും അച്ഛൻ ആവർത്തിച്ചത് അതാ. പൂജയെപ്പറ്റി അച്ഛൻ പറഞ്ഞതും അതാ. ഇന്ന് അവളെ തള്ളി പറഞ്ഞവരെല്ലാം നാളെ അതോർത്ത് സങ്കടപ്പെടുമെന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞു. വേറൊന്നുകൂടി പറഞ്ഞു. നീ ഇത്ര ഉറപ്പോടെ പൂജയെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ അത് അവളിൽ സത്യമുള്ളത് കൊണ്ടാണെന്ന്. അച്ഛൻ എന്നും അങ്ങനെയാ. എല്ലാം ആദ്യമേ തന്നെ മനസ്സിലാക്കും. പക്ഷെ ഒന്നും ഒരിക്കലും ആരോടും തുറന്നു പറയില്ല. ഞാനിനി അടുക്കളയിൽ കയറില്ല എന്നുള്ള തീരുമാനവും അച്ഛൻ തന്നെ തിരുത്തിച്ചത്. ആര് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വിശപ്പ് മാറാനുള്ളത് അടുക്കളയിൽ തന്നെ ഉണ്ടാവണമെന്ന്. അച്ഛൻ പറഞ്ഞാ ശരി. വെറുപ്പും ദേഷ്യവും വൈരാഗ്യമൊക്കെ കാണിക്കാൻ ഭക്ഷണം ഒരു ഉപാധിയാവരുത്. അടുത്ത ഹിയറിംഗ് കഴിയുന്നതോടെ പൂജ ഞാൻ പുറത്തിറക്കിയിരിക്കും. അച്ഛൻ പറഞ്ഞ പോലെ അവളെ ഓർത്ത് ഇവിടെയുള്ളവർ പശ്ചാത്തപിക്കാനും മാപ്പ് പറയാനും ദിവസങ്ങൾ വരുന്നതേ ഉള്ളൂ. മോൻ മുഖം കഴുകി താഴേക്ക് വാ, അമ്മ ചായ എടുത്തു വെക്കാം. മോനിന്ന് കോടതിയില്ലല്ലോ? പുറത്തു പോണം, ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടെന്നേ. കേസ് എത്രയും പെട്ടെന്ന് വിളിക്കില്ലേ മോനെ? പൂജമോടെ കാര്യം ഓർത്ത് എനിക്ക് ഒരു സമാധാനമില്ല. ഈ വിധി നമ്മൾ കാരണമാണല്ലോ ആ കുട്ടിക്ക് വന്നതെന്ന് ഓർക്കുമ്പോഴാ. ഒരു വിധത്തിലാ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? അമ്മേ, പൂജയും ആന്റിയും ഇനി അധികം നാൾ ജയിലിൽ തുടരില്ല, അത് ഉറപ്പാ. അച്ഛമ്മ ഇപ്പോഴും ഭക്ഷണം കഴിക്കില്ല എന്നുള്ള വാശിയിലാണോ? കഴിക്കില്ലെന്നല്ല, മാധുരിമോളും ഞാനും വെച്ച ഭക്ഷണം കഴിക്കില്ല, അത്രേ ഉള്ളൂ. അതെന്താ കനകേച്ചിയുടെ നേരെ പ്രശ്നം? ഞാൻ മാധുരിമോളെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടും അമ്മ അച്ഛമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മയ്ക്കല്ലേ വാശിയുള്ളൂ, എനിക്കില്ലല്ലോ. ഞാനും അതേപോലെ കാണിക്കാൻ പാടുണ്ടോ? ഹലോ, അർജുൻ അവിടെ ഉണ്ട്? ഞാൻ വീട്ടിലാ. ഇന്നെന്താ പരിപാടി? എൻ്റെ ഒരു സീനിയർ വക്കീലുണ്ട്. ആൾക്കിപ്പോൾ പ്രാക്ടീസ് ഒന്നുമില്ല. പക്ഷേ ചില കേസുകൾ ഞാൻ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. പൂജയുടെ കേസെന്ന് പുള്ളിയുമായിട്ട് സംസാരിക്കണം. അതായിക്കോട്ടെ. അതിനു മുമ്പ്
എനിക്ക് അർജുനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ കിരൺ, വല്ല ലീഡും? ഫോണിലൂടെ ഡീറ്റെയിൽസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. നേരിട്ടാവാം. ഓക്കെ കിരൺ. ശരി.